എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ ഇൻ്റർനാഷണൽ എർത്ത് ഡേ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ്റർനാഷണൽ മദർ എർത്ത് ഡേ 2024. വോൾട്ടയറും പ്രകൃതിയുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ആദ്യമായി നിങ്ങളോട് പറയുന്നത്. നീ ആരാണ് പ്രകൃതി? ഞാൻ നിന്നിലാണ് വസിക്കുന്നത്. കഴിഞ്ഞ 50 വർഷമായി ഞാൻ നിന്നെ അന്വേഷിക്കുന്നു, എന്നാൽ ഞാൻ ഇതുവരെ നിന്നെ കണ്ടെത്തിയിട്ടില്ല. ഇത് 18ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു സംഭാഷണം അവതരിപ്പിച്ചത്. ഈ വർഷത്തെ ഇൻ്റർനാഷണൽ മദർ എർത്ത് ഡേയിൽ ഈ സംഭാഷണം പ്രചരിപ്പിക്കുക, വായിക്കുക, സന്ദേശങ്ങൾ അയക്കുക എന്ന രീതിയിലേക്ക് ഐക്യരാഷ്ട്രസഭ ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ തന്നെയാണ് ജീവനുള്ളത്. നമുക്കറിയാം, ഒരുപാട് സൗരയൂഥങ്ങളുണ്ടാകാം, ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്, ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. ഏകദേശം 7 സെക്സ്റ്റില്യൺ എന്ന് പറഞ്ഞാൽ 7 ശേഷം 23 പൂജ്യങ്ങൾ വലതുവശത്തേക്ക് ഇടുന്ന അത്രയും വലിയ സംഖ്യ ഉള്ള അത്രയും ഗ്രഹങ്ങൾ വരെ നമുക്ക് ഇവിടെ ഒന്ന് കണക്ക് കൂട്ടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇൻ ദ യൂണിവേഴ്സിൽ. അപ്പോൾ അവിടെയൊക്കെ ജീവൻ ഉണ്ടാകാം. പക്ഷേ ഒരു സയൻറ്റിഫിക് തിയറി ആകുമ്പോൾ നമുക്കുള്ള എവിഡൻസ്, അതൊരു സിഗ്മ റേറ്റിംഗ് കിട്ടണം. എന്ന് പറഞ്ഞാൽ 99.99999%. ആ ഒരു റേറ്റിങ്ങിൽ മാത്രമേ നമുക്ക് 100% പറയില്ല. സയൻസ് ഒരിക്കലും 100% തെളിയിക്കാനും പറ്റില്ല. ഒരു കാര്യവും തെറ്റാണെന്ന് തെളിയിക്കാനുള്ളൊരു സ്ഥാനം സയൻസിലുണ്ട്. അപ്പോൾ ഈ റേറ്റിംഗ് കിട്ടിയെങ്കിൽ മാത്രമേ അതൊരു സയൻറ്റിഫിക് തിയറി എന്ന് പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ ഭൂമിയിൽ മാത്രമേ ജീവൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ പ്ലാനറ്റ് എന്ന ഒരു പ്രയോഗം തന്നെ വിശേഷിപ്പിക്കുന്നത്. അത് ഈ പറയുന്ന മീറ്റിയോളജിസ്റ്റുകൾ മാത്രമല്ല, വാന നിരീക്ഷകരുടെ സംഘടന കൂടി ഇതിൽ കൂടി ചേർന്നുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എർത്തിനെ കുറിച്ച് പറയുമ്പോൾ വി ആർ ഇൻ എ റെഡ് അലേർട്ട് എന്നാണ് പറയുന്നത്. ഒരു റെഡ് അലേർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിന് പരിഹാരമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭ മുൻപോട്ട് വയ്ക്കുന്ന ഒരു തീം അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ എറൈസ്, വേക്ക് അപ്പ് ആൻഡ് സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് റീച്ച്ഡ്. നമ്മുടെ ഗോൾ എത്തുന്നത് വരെ നമ്മളെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ എർത്ത് ഡേയുടെ തീമായിട്ട്. പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ചാണ് തീമായിട്ട് ഉപയോഗിച്ചത്. ഇത് മാത്രമല്ല, WED വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ ജൂൺ 5 അല്ലേ, അത് കഴിഞ്ഞ തവണത്തത് ഈ പറഞ്ഞ പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. എർത്ത് ഡേക്ക് പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. ഇനി വരുന്ന ജൂൺ 5 വരുന്നത് പ്ലാനറ്റിനെ കുറിച്ച്, ലാൻഡ്, മരുഭൂമിവൽക്കരണം. അപ്പോൾ അവിടെയൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യമുണ്ട്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്, അതാണ് എർത്ത് ഡേക്ക് ഉപയോഗിച്ച് നമ്മളെപ്പോൾ പറയാറുണ്ട്. എന്താണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം, പ്ലാസ്റ്റിക് മലിനീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഓഫ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് പൊല്യൂഷൻ്റെ എന്ത് പരിഹാരമാണ് നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് ഉള്ളത്? നമുക്ക് പറയാൻ പറ്റും, പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത്, കൃത്യമായിട്ട് സംസ്കരിക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ അത് കത്തിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സ്കൂൾ മുതൽ തുടങ്ങും, വീട്ടിലല്ല സ്കൂൾ മുതൽ തുടങ്ങും ബോധവൽക്കരണ ക്ലാസ്സുകൾ, സെമിനാറുകൾ. പ്ലാസ്റ്റിക് അത്രമാത്രം ഭീകരനാണ് എന്ന് പറഞ്ഞിട്ട് പകരം എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മളവിടെ പറയുന്നില്ല. ഒഴിവാക്കാൻ കഴിയുന്നത് എന്ത്, അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയാത്തത് എന്ത്, അല്ലെങ്കിൽ ഉപയോഗം കുറയ്ക്കാൻ കഴിയുന്നത് എന്ത്, അല്ലെങ്കിൽ പുനരുപയോഗ ശേഷിയുള്ളത് എന്ത്, എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നല്ലാതെ പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? പേപ്പറിൽ അത് പോസ്റ്റർ പതിക്കും. ഇപ്പോൾ മരം മുറിക്കണ്ടേ, അപ്പോൾ മരം മുറിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പേപ്പറിൽ ഒക്കെ ചെയ്യും. നിങ്ങളൊക്കെ ഗവൺമെൻറ് സർവൻസ് ഒക്കെ ഉണ്ടാവും അല്ല, ഓക്കെ, നിങ്ങളെ സാലറി ബില്ല് എഴുതുന്നത് ഓൺലൈനിലാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ട്രഷറി കൊണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ സാലറി ഇതാകുള്ളൂ. അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും സേവ് ഫോറസ്റ്റ്, പ്രിൻ്റ് ഔട്ടിൻ്റെ അടിയിലുണ്ട് സേവ് ഫോറസ്റ്റ്, ഡു നോട്ട് കട്ട് ട്രീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് നമ്മളെ ഈ പറയുന്ന പോലെ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും
കടലിലേക്ക് എത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ തോത് പരിഗണിച്ച് കഴിയുമ്പോൾ 2050 ആകുമ്പോഴേക്കും അത് കടലിലുള്ള ആകെ മത്സ്യങ്ങളുടെ വെയ്റ്റിന് തുല്യമായിരിക്കും എന്ന് പറയുന്നത്. 2050 ആകുമ്പോഴേക്കും കടലിൽ എത്തുന്ന പ്ലാസ്റ്റിക് അത് ആകെ മത്സ്യങ്ങളുടെ വെയ്റ്റിന് തുല്യമായിരിക്കും. ഇത് വരുന്നത് നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത്, കൃത്യമായി സംസ്കരിക്കാത്തതുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9% ഓഫ് പ്ലാസ്റ്റിക്സ്, 9% പ്ലാസ്റ്റിക്കുകൾ മാത്രമേ എറൗണ്ട് ദ ഗ്ലോബ് ലോകവ്യാപകമായിട്ട് സംസ്കരിക്കപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ള പ്ലാസ്റ്റിക്കുകളൊന്നും കൃത്യമായിട്ട് സംസ്കരിക്കപ്പെടാത്തതാണ്, റീസൈക്കിൾ ചെയ്യാത്തതാണ്. അപ്പോൾ ഇത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് മണ്ണിലേക്ക് വരുന്നു, ജലത്തിലേക്ക് വരുന്നു, റിസർവോയറിലേക്ക് എത്തുന്നു, അവസാനം കടലിലെത്തുന്നു. കടലിലെത്തുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പുറത്ത് കിടക്കുകയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ ദ്രവിച്ച് പോകുന്ന, പൊടിഞ്ഞു പോകുന്നതായിട്ട് കാണാം. ദാറ്റ് ഈസ് കോൾഡ് ഫോട്ടോ ഡീഗ്രഡേഷൻ. പ്രകാശം ഉപയോഗിച്ച്, പ്രകാശത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ബട്ട് കടലിൽ അത് പറ്റില്ല, അത് നടക്കില്ല. അപ്പോൾ ഒരു ഫോട്ടോ ഡീഗ്രഡേഷൻ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് മത്സ്യങ്ങൾ ഉപയോഗിക്കും അല്ലെങ്കിൽ കഴിക്കും. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അവ ചത്ത് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ശരീരത്തിൽ ഉള്ളിൽ കിടന്ന ഒരു ബയോ അക്യുമുലേഷൻ വഴി അത് തന്മാത്രാ തലത്തിലേക്ക് ചെറുതാകുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് മൈക്രോ പ്ലാങ്ക്ടൺസ് ഓർ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഓർ ഫോട്ടോ പ്ലാങ്ക്ടൺസ്, ഈ പ്ലാങ്ക്ടണുകൾ അത് ഉപയോഗിക്കും. ദെൻ അത് വളരെ ചെറിയ തന്മാത്രാ തലത്തിലേക്ക് വിഘടിപ്പിക്കും. അതോടൊപ്പം തന്നെ ജെല്ലി ഫിഷ് അത് ദഹിപ്പിക്കാനായിട്ട് ശ്രമിക്കും. സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിസ്ഥാന ഓക്സിജൻ അല്ലെങ്കിൽ ശൃംഖലയുടെ, ആഹാര ശൃംഖലയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്ലാങ്ക്ടണുകളെ ഇത് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ 10 റിസർച്ച് പേപ്പേഴ്സിനെ ആധാരമാക്കിയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആധികാരികത വളരെ കൃത്യമായി പരിശോധിച്ചിട്ടാണ് പറയുന്നത്. 2019 മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള 10 റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള പേപ്പറുകൾ ആധാരമാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രശ്നമുണ്ട്, നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ കടലിലേക്ക് തന്നെ വരാം. കടലിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ ഗോസ്റ്റ് നെറ്റുകൾ എന്ന് പറയും, പ്രേതവലകൾ എന്ന് പറഞ്ഞാൽ ഫിഷർമാൻ അവർ വലിയ തോതിലുള്ള ഫിഷിംഗ് നടത്തിയതിനു ശേഷം ഒരു പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയോ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ബോധപൂർവ്വം ഉപേക്ഷിച്ച് കളയുകയോ ചെയ്യുന്ന നെറ്റുകളുണ്ട്. ഈ നെറ്റുകൾ കുറേ കാലം അവിടെ ഉണ്ടാകും. അപ്പോൾ അതിൽ കുറേ ഈ പറഞ്ഞ പോലെ തന്നെ മത്സ്യങ്ങൾ കുടുങ്ങിയിട്ടുണ്ടാകും, വീണ്ടും കുടുങ്ങിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിന് പൊങ്ങിക്കിടക്കാനുള്ള അവസ്ഥ നഷ്ടപ്പെട്ട് അത് താഴാൻ തുടങ്ങും. താഴ് കഴിയുമ്പോഴേക്കും സമുദ്രത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മറ്റ് വലിയ മത്സ്യങ്ങൾ ഇതിനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ ഈ പ്ലാസ്റ്റിക്സ് അവരുടെ ഉള്ളിലെത്തുകയും ചെയ്യും. അതായത് വലിയ തോതിലുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ല, ഇത് ഈ ബയോ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഇവരുടെ ശരീരത്തിൽ എത്തിച്ചേരാൻ തുടങ്ങും. അത് പിന്നീട് ഉപയോഗിക്കുന്ന മറ്റു ജീവികൾക്ക്, ഈവൻ മനുഷ്യന് ഉൾപ്പെടെയുള്ള മറ്റാളുകൾക്ക്, മറ്റ് ജന്തുക്കൾക്ക് ഇത് അവരുടെ ശരീരത്തിൽ എത്തിച്ചേരാനായിട്ടും കാരണമാകുന്നുണ്ട്. ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞത് പ്ലാസ്റ്റിക് കത്തിക്കുന്നു അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ ഭാരത്തിന് തുല്യമാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ബട്ട് ഇതൊന്നും അല്ല. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നമ്മൾ അതിൻ്റെ ഒരു തോത് നോക്കുക. ഏറ്റവും കൂടുതൽ മിസ്മാനേജ്മെൻറ്റ്, പ്ലാസ്റ്റിക് സംസ്കരിക്കുന്നതിലും മിസ്മാനേജ്മെൻറ്റ് കാണിക്കുന്ന രാജ്യം ചൈനയാണ്. നമ്മൾ ഒരു ഏകദേശം ഒരു 12ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അത് അതിൻ്റെ തോതൊക്കെ അവിടെ ഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നദികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് മലിനമാക്കപ്പെടുന്ന നദികളുള്ളത് ചൈനയിലാണ്, ഇന്തോനേഷ്യയിലാണ്. നമ്മുടെ ഗംഗ, സിന്ധു നദികൾ ഒട്ടും മോശമല്ല. നൈൽ വളരെ മുൻപിൽ നിൽക്കുന്ന ഒരു നദിയാണ്. ഇനി ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഈ പ്ലാസ്റ്റിക് മാലിന്യം, അതായത് കത്തിച്ച് കളയുന്നതിനുള്ള പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പിന്നെ വലിച്ചെറിയുന്നതിൻ്റെ പ്രശ്നം, സംസ്കരിക്കാത്തതിൻ്റെ പ്രശ്നം, ഇതൊന്നുമല്ല. മനുഷ്യ ശരീരത്തിലേക്ക് നമ്മൾ ആദ്യം മനുഷ്യനെ തന്നെ ബേസ് ചെയ്യുക. മറ്റ് ജന്തുക്കളെ നിൽക്കട്ടെ, മനുഷ്യ ശരീരത്തിലേക്ക് ബയോ അക്യുമുലേഷൻ വഴി എത്തിച്ചേരുന്ന മൈക്രോ പാർട്ടിക്കിൾസ് എന്ന് പറയും, സൂക്ഷ്മ പ്ലാസ്റ്റിക് കണങ്ങൾ. അതിനേക്കാളും കുറച്ചുകൂടി ചെറുതായത്, അതായത് 1.6 മൈക്രോമീറ്ററിനേക്കാളും ചെറുത് നാനോ പ്ലാസ്റ്റിക്സ് എന്ന് പറയും. ഇങ്ങനെ എത്തിച്ചേരുന്ന പ്ലാസ്റ്റിക്കാണ് ഇപ്പോൾ വലിയ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാം. മൈക്രോ പ്ലാസ്റ്റിക്സ്, അതായത് നാനോ പ്ലാസ്റ്റിക്സ് എങ്ങനെ ഉണ്ടാകുന്നുള്ള ഒന്നൊരു പ്രൈമറി ഘട്ടത്തിൽ, അതായത് നമ്മൾ പർപ്പസ്ഫുള്ളി ബോധപൂർവം നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞാൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കോസ്മെറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ, നിങ്ങൾ ചെറിയൊരു ഉദാഹരണം പറയാം, സ്ക്രബ്ബർ
പരിചയം ഉണ്ടാവുമല്ലേ, ഒരു ഫേസ് വാഷിന് ഉപയോഗിക്കുന്നതാണ്, ഒരു തരിതരിയുള്ളത് മുഖത്ത് കിട്ടുന്നത്. പണ്ട് മണലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് മണൽ ഉപയോഗിക്കുന്നതിന് ചെറിയൊരു പ്രശ്നം വന്നു, അതായത് ചില ആൾക്ക് സ്കിന്നിന് മുറിവുണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അത് പ്ലാസ്റ്റിക് ഗ്രാനുവൽസ് ആണ് ഉപയോഗിക്കുന്നത്, മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ആ തരിതരിപ്പ് ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക്സ് ആണ്. ഇത് കഴുകി കളയുമ്പോൾ പുറത്തേക്കാണ് പോകുന്നത്, അത് വെള്ളത്തിലേക്ക് എത്തുന്നു, വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയിലെത്തുന്നു, അവസാനം ഏറ്റവും വലിയ റിസർവോയറിലെത്തുന്നു. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, നമ്മുടെ സ്കിന്നിലിട്ട് ഉരച്ച് കഴിയുമ്പോൾ ഈ മൈക്രോ അല്ലെങ്കിൽ നാനോ പ്ലാസ്റ്റിക്സ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നു, ഇൻസൈഡ് ദ ബോഡി. എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വസിക്കുമ്പോൾ 7000 മൈക്രോ പാർട്ടിക്കിൾസ് ആർ ഇപ്പോൾ കഴിച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക്സ്. ഓക്കെ, നമ്മൾ ചായ കുടിച്ച സമയത്തും അത് തന്നെയാണ് സംഭവിച്ചത്. ഏകദേശം 7000 മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് പ്ലാസ്റ്റിക്സ് ഇൻസൈഡ് അവർ ബോഡി. ശ്വസിക്കുമ്പോൾ അതേപോലെ തന്നെ ഓക്കെ, ഭക്ഷണം കഴിക്കുമ്പോൾ, എക്സ്പോസ് ചെയ്യുമ്പോൾ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ നമ്മൾ ഈ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ അറിയാണ്ട് എത്തുന്നുണ്ട്. അത് മാത്രവുമല്ല, ഈവൻ കാറിൻ്റെ ടയർ ഒരു വർഷം കൊണ്ട് ഏകദേശം 3 ബില്യൺ മൈക്രോ പ്ലാസ്റ്റിക്സ് പുറത്തേക്ക് തള്ളുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മൈക്രോ പ്ലാസ്റ്റിക്കുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മൂക്ക്, നമ്മുടെ തൊലി, വായ എന്നിവയിൽ കൂടിയെല്ലാം പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ ഒരു വർഷം 1,70,70,000 പീസസ് ഓഫ് മൈക്രോ പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യാറുണ്ട്. ഇത് ഇവിടെ എന്നെ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ റിസർച്ചേഴ്സിനെ ഭയപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് എന്ത് എന്നുള്ളതാണ്. നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാകുന്നു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ അല്ല ഇവിടെ. ഇത് ഇൻസൈഡ് അവർ ബോഡിയാണ്, പുറമേ നിന്നുള്ളതല്ല, പുറമേ നിന്നുള്ള ഏജൻ്റ് അല്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ബോഡി. ഇപ്പോൾ പാർട്ട് ഓഫ് എ ബോഡി ആയിട്ടുണ്ട്, ഫോറിൻ ബോഡി എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. ഇത് ബയോ അക്യുമുലേഷൻ വഴി നമ്മുടെ ശരീരത്തിൽ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് തരത്തിലുള്ള അസാഡ്സ് ആണ് ഉണ്ടാക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് റിസർച്ചുകൾ നടക്കുന്നുണ്ട് എന്നല്ലാതെ കൃത്യമായിട്ട് ഒരു ഡാറ്റ പുറത്തു വിടാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. എങ്ങനെ വരുമ്പോൾ ഇത് ഏതൊക്കെ ശരീരഭാഗങ്ങളിലേക്കാണ് ബാധിക്കുക എന്നുള്ളൊരു പഠനം നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനാണ്. അപ്പോൾ ബ്രെയിനിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ പാർക്കിൻസൺ രോഗം അല്ലെങ്കിൽ ഡിമെൻഷ്യ, അൽഷൈമേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് നമുക്കതിൻ്റെ ഒരു സിഗ്മ റേറ്റിങ്ങിലേക്ക് എത്തുന്ന ഒരു റിസർച്ച്, കാരണം റിസർച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, 2019 റിസർച്ച് തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം എന്ന് പറഞ്ഞാൽ 2023 മാർച്ച് 19 അവതരിപ്പിച്ച റിസർച്ച് പേപ്പറിൻ്റെ റിസൾട്ടാണ്. 2024 ആണ്, മെയ് മാസത്തിലാണ് അത് പൂർണ്ണമായി പുറത്തേക്ക് വന്നത്. അപ്പോൾ അതിനെ ആധാരമാക്കിയിട്ടാണ് ചെയ്യുന്നത്. ന്യൂസിലാൻഡിലുള്ള ഒരു ഗവേഷകൻ, അദ്ദേഹത്തിൻ്റെ ജിയോളജിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പേപ്പറാണ് ഇതിന് ഏറ്റവും അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്നത്. ഭാവിയിൽ ഒരു പക്ഷേ ഒരു നൊബേൽ പ്രൈസൊക്കെ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോൺ അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരു മിസ്കാരേജ് ഉണ്ടാകാം, അല്ലെങ്കിൽ മെയിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാം എന്നൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇതിന് മുൻപോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് അതിന് ഉള്ള എവിഡൻസ് നമ്മുടെ കയ്യിൽ ഇപ്പോഴില്ല എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത. ഈവൻ നമ്മളൊരു വാക്സിനേഷനെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ, കോവിഡ് വാക്സിൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ആ വൈറസിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അത് RNA ആണോ DNA ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കണ്ടെത്തിയത് ഈ ആൻറ്റിബയോട്ടിക്സുകളുമായി സഹകരിക്കാത്ത, പ്രതിപ്രവർത്തിക്കാത്ത തരത്തിലുള്ള ബാക്ടീരിയംസ് ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു വലിയ ഹസാർഡിലേക്കായിരിക്കും എത്തിക്കുക. എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? അത് മറ്റൊരു ചാൻസ് കൂടിയുണ്ട്. ഇത് ഇൻസൈഡ് അവർ ബോഡി അല്ലേ, അപ്പോൾ നമ്മുടെ കിഡ്നിയിലുണ്ടാകാം, നമ്മുടെ ഹാർട്ടിലുണ്ട്, നമ്മുടെ ബ്ലഡിലുണ്ട്. നമ്മുടെ മാത്രമല്ല, നമ്മൾ മത്സ്യങ്ങളുണ്ടാവും. അപ്പോൾ മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെത്താം മീറ്റ്, അങ്ങനെയെല്ലാം നമ്മുടെ ബോഡിയിലെത്താം. ആൻഡ് വെജിറ്റബിൾസ് എല്ലാം അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മേ ബി ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് അവർ ബോഡി. ബയോ അക്യുമുലേഷൻ സംഭവിക്കുന്നുണ്ട്. ഇത് ഒരു ഫോറിൻ ബോഡിയാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നീങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ഞാനങ്ങനെ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയില്ല, ഒരു ഇവല്യൂഷൻ്റെയോ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ്റെയോ സാധ്യത കാണാം. ഒരു പ്ലാസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഫോം ആയിരിക്കാം നെക്സ്റ്റ്, അല്ലെങ്കിൽ ഹോമോസാപ്പിയന് ശേഷമുള്ള അടുത്ത ഒരു ജീവി എന്നുള്ളൊരു, അത് പേടിപ്പിക്കുന്നതാണോ അതോ കൗതുകമുണ്ടാക്കുന്നതാണോ വസ്തുത എന്ന് നമുക്ക്
പ്രത്യേകിച്ച് അല്ലെങ്കിൽ വിശദീകരിച്ച് പറയാനായിട്ട് ഇപ്പോൾ സാധിക്കാത്ത അവസ്ഥയാണ്. ബ്രസ്റ്റ് ഫീഡിങ് നടക്കുന്ന സമയത്ത് മുലപ്പാലിൽ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിലേക്ക് ഏറ്റവും പെട്ടെന്ന് കൈമാറ്റം ചെയ്യുന്നു. അവർ കൂടുതൽ സെൻസിറ്റീവ് ആയതുകൊണ്ട് അവരിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. മറ്റൊരു രണ്ടാമത്തെ തോത്, അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ പ്രൈമറി ഘട്ടത്തിലുള്ള, അത് മാൻ മെയ്ഡ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരീരത്തിലെത്തിയ 7000 മൈക്രോ പാർട്ടിക്കിൾ പോലെ നമ്മൾ നിർമ്മിക്കുന്ന മൈക്രോ പാർട്ടിക്കിൾസ് മാത്രമല്ല ഉണ്ടാകുന്നത്. സെക്കൻഡറിയിൽ പറയുമ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്ലാസ്റ്റിക്, അതായത് കണ്ടെയ്നേഴ്സ്, അതേപോലെ ബോക്സസ്, കവേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് അത് ബയോഡിഗ്രേഡ് ഓർ ഫോട്ടോ ഡിഗ്രേഡേഷൻ നടക്കുമ്പോൾ ചെറിയ തരികളായി മാറുമ്പോൾ അത് പിന്നീട് തന്മാത്ര തലത്തിലേക്ക് എത്തുകയും ദെൻ ഈ പറഞ്ഞ പോലെ തന്നെ മൈക്രോ പാർട്ടിക്കിൾസ് ആവുകയും ദെൻ നാനോ പാർട്ടിക്കിൾസ് ആവുകയും ചെയ്യും. ഇവയും നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ സമയത്ത് പായലും പൂപ്പലും വിട പറയുന്ന പെയിൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കും ഈ പറഞ്ഞ പോലെ തന്നെ പായലും പൂപ്പലും കിടക്കാത്തൊരു വസ്തു കടന്നു കൂടുന്നുണ്ട്. അതേപോലെ തന്നെ പോളിഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലോത്തിങ്, അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പലതിലും പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. വാട്ടർ ബോട്ടിൽസ്, പിന്നെ ദെൻ 75% വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ഫീഡിംഗ് ബോട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത് പ്രൊപ്പലൈൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നമാണ്. അത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. കാരണം നമുക്കറിയാം, ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ് പ്ലാസ്റ്റിക്. അതിനകത്ത് ഇപ്പോൾ കാർബൺ, നൈട്രജൻ, സൾഫർ, ഓക്സിജൻ, നൈട്രജൻ ഇവയെല്ലാം തന്മാത്രാ തലത്തിൽ അല്ലെങ്കിൽ മോളിക്കുലാർ തലത്തിലുള്ള രൂപീകരണമാണ് പ്ലാസ്റ്റിക് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് എവിടെയാണ് ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക് നമ്മൾ കണ്ടെത്തിയത്? നമ്മൾ കണ്ടെത്തിയത് സമുദ്രത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അതായത് പ്ലാങ്ക്ടൺസിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫുഡ് വെബിൻ്റെ ഭാഗമായി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ബയോ അക്യുമുലേഷൻ സംഭവിച്ചിട്ട് ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് പടരുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുണ്ട്, മത്സ്യങ്ങളിലുണ്ട്, മറ്റ് സമുദ്രത്തിലെ മറ്റ് ജീവികളിലുണ്ട്, സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലുണ്ട്, സമുദ്രജീവികളെ ഭക്ഷണമാക്കുന്ന പക്ഷികളിലുണ്ട്, കരയിലുണ്ട്. ഭക്ഷണമാക്കിയതിൽ പോലും കരയിൽ നിന്ന് തന്നെ ഈ പക്ഷികൾക്ക് എത്തിച്ചേരാൻ വേണ്ട ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എയറിൽ നിന്ന് ശ്വസിക്കുമ്പോൾ ഈ സംഭവം നടക്കുന്നുണ്ട്. പ്ലാന്റ്സിലെത്തിയിട്ടുണ്ട്. ദെൻ അവർ സോയിൽ, മണ്ണിലുണ്ട്, അവർ റോക്സ്, എയറിലുണ്ട്, ഹിമാലയത്തിൻ്റെ മുകളിലുണ്ട്. ഷുവർ ഡെഫിനറ്റ്ലി യെസ്. ദെൻ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ക്യുമുലോ നിംബസ് മേഘങ്ങൾ വരെ 10 കിലോമീറ്റർ മേഘങ്ങളിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊള്ളുന്ന മഴ വി ആർ അണ്ടർ എ പ്ലാസ്റ്റിക് റെയിൻ. നമ്മൾ പ്ലാസ്റ്റിക് മഴയാണിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഴയത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് മഴയാണ് ഇപ്പോൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മേഘങ്ങളിൽ വരെയും എത്തിക്കഴിഞ്ഞു. അതിനപ്പുറത്തേക്കുള്ള യാത്രയിലാണ് ഈ പറഞ്ഞ മൈക്രോ പാർട്ടിക്കിൾസ് ഇപ്പോൾ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പാഠപുസ്തകങ്ങൾ പറയുന്ന പോലെ, നമ്മൾ കുട്ടികളോട് പറഞ്ഞ പോലെ ഏറ്റവും ശുദ്ധമായ വെള്ളം മഴവെള്ളം എന്നുള്ളത് നമുക്കിനി അല്പം മാറ്റി പറയേണ്ടി വരും. കാരണം ഏറ്റവും ശുദ്ധമായ വെള്ളമല്ല മഴവെള്ളം എന്നിപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിപ്പോൾ വീടിൻ്റെ അകത്തുള്ളൊരു കാര്യം ഞാൻ പറയും. ഇപ്പോൾ വീടിൻ്റെ പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുമ്പോഴാണ് ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. വീടിൻ്റെ അകത്ത് തന്നെ, നമ്മൾ വീടിൻ്റെ ഉള്ളിലിരുന്നാൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ശരീരത്തിലേക്കും ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക് എത്തിച്ചേരാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്കത് കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും അപ്പുറത്തായിരിക്കും ഈ മൈക്രോ പ്ലാസ്റ്റിക്സിൻ്റെ കടന്നുകയറ്റം. നമ്മുടെ കോശങ്ങളുടെ ഉള്ളിൽ വരെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന ഒരു തലമുറ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമതിന് 2022 29 രാജ്യങ്ങളിലെ വീടുകളിൽ നടത്തിയ ഒരു വിവരശേഖരണത്തിലെ സാമ്പിൾസിൽ കണ്ടെത്തിയ മൈക്രോ പ്ലാസ്റ്റിക്സിൻ്റെ വിവരങ്ങൾ ഞാൻ പറയാം. അതിൽ 9.1% പോളിയെസ്റ്ററുകളുണ്ട്. 29 രാജ്യങ്ങളിലെ 108 വീടുകളിലാണ് ഈ പറയുന്ന സാമ്പിൾ സർവേ നടത്തിയത്. ഇടത്തരം വീടുകളിൽ 9.1% പോളിയെസ്റ്റർ ടിപ്പിക്കലി യൂസ്ഡ് ഇൻ ക്ലോത്തിങ്, വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. ദെൻ 7.7% ഓഫ് പോളിഅമൈഡ് ടെക്സ്റ്റൈൽസിൽ ഉപയോഗിക്കുന്നതാണ്. 5.8% പോളിവിനൈൽസ് വാർണിഷിങ്ങിൽ ഉപയോഗിക്കുന്നതാണ്. 4.4% പോളിയുറത്തൈൻ, ഇത് ഫർണിച്ചർ ആൻഡ് കോട്ടിങ്ങിൽ ഉപയോഗിക്കുന്നതാണ്. 3.6% പോളിയെത്തിലിൻ, അത് ഫുഡ് കർട്ടൻസ്, കണ്ടെയ്നേഴ്സൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം വീടിൻ്റെ ഉള്ളിൽ തന്നെ ഈ അവസ്ഥയിലാണ് പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തേക്ക് ഉള്ളിലേക്ക് കയറുന്നതെങ്കിൽ പുറമേക്ക് ഇറങ്ങി എക്സ്പോസ് ചെയ്യുന്ന
വ്യക്തികൾക്ക്, അത് മനുഷ്യരായാലും ശരി മറ്റ് ജീവികളായാലും ശരി, ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ ബോഡിയിലേക്ക് കടന്നു കയറുന്നത് വലിയൊരു വിപത്തായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൂട്ടി യോജിപ്പിച്ച് അല്ലെങ്കിൽ കൂട്ടി പറയേണ്ടതുണ്ട്. എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് എന്ന് പറഞ്ഞാൽ, എർത്ത് ഡേയുടെ തീം പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എത്ര കാലം മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. മനുഷ്യനെ എന്ന് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ, നമുക്കാണ് ഈ പ്രകൃതിയിലെ അല്ലെങ്കിൽ പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ പറ്റുന്ന ജീവി. മറ്റു ജീവികളെ പോലെ അല്ല മനുഷ്യൻ എന്നുള്ളത് തന്നെയാണ് എത്ര കാലം മനുഷ്യന് എന്നുള്ള ചോദ്യം ഇവിടെ മുൻപോട്ട് വരുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഭൂമിയിൽ മാത്രമേ ഭൂമിയിൽ ലൈഫ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം ഭൂമിയിലെ മനുഷ്യൻ്റെ അന്തകനായിട്ട്, അവസാനത്തെ ആളായിട്ട് വരുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒരു വലിയ ഒരു വസ്തുവായിട്ട് തന്നെ മുൻപിൽ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന മനുഷ്യനെ അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു അന്തകനായിട്ട് മാൻമെയ്ഡാണ്, നമ്മൾ നിർമ്മിച്ച വസ്തുവായ പ്ലാസ്റ്റിക് ഒരു കാരണമാകുന്നുണ്ട്. നമ്മൾ നിർമ്മിക്കാത്ത പ്രതിഭാസങ്ങൾ കാരണമായേക്കാം, നമ്മൾ നിർമ്മിച്ച വസ്തുക്കൾ തന്നെ കാരണമായേക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത്, സാധാരണ വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള വരൾച്ച, ഉരുൾപൊട്ടൽ, കടലാക്രമണം മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, കോമൺലി എല്ലാവരും യൂസ് ചെയ്താണ്. മറ്റൊന്ന് നമ്മൾ AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ കൃത്രിമ ബുദ്ധി, ചിന്തിക്കാൻ തുടങ്ങുന്ന യന്ത്രമനുഷ്യൻ, സ്വയം ചിന്തിക്കാൻ കഴിയുന്ന, സ്വയം തീരുമാനമെടുക്കാൻ കഴിയുന്ന മനുഷ്യൻ. അത് ഭാവിയിൽ ഇപ്പോൾ ഉള്ള ഹോമോസാപ്പിയൻ നേരിടാൻ പോകുന്ന ഒരു വലിയ ഭീഷണിയാണ്. ഒരു പക്ഷേ ഇത് നമ്മുടെ സ്ലേവ് ആക്കി വെക്കാവുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യാവുന്ന അവസ്ഥയോ ഉണ്ടാകാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ നമ്മളൊരു സൈബോർഗിൻ്റെ ഭാഗം തന്നെ, വി ഓൾ ആർ സൈബോർഗ്സ് എന്ന് പറയാം. ഇപ്പോൾ സാർ അവിടെ കണ്ണട വെച്ചുകൊണ്ടിരിക്കുന്നത് സാറ് ഒരു ഹാഫ് മാൻ ആൻഡ് ഹാഫ് മെഷീൻ എന്ന് പറയുന്ന പോലെയാണ്. യന്ത്രസഹായത്തോടെയാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. പേസ് മേക്കർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുന്ന ആൾക്കാരുണ്ട്, കോർണിയ, അങ്ങനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലെൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യന്ത്രത്തിൻ്റെ സഹായത്തോടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു പകുതി മനുഷ്യനും പകുതി യന്ത്രവുമാണ്. ഇതിനൊരു ബയോളജിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും മറ്റ് ജീവികളിൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ എലിയുടെ മുകളിൽ മനുഷ്യൻ്റെ കർണം, ചെവി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പന്നിയുടെ ഹൃദയം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പകരമാക്കി വെക്കാനായിട്ട് സാങ്കേതികവിദ്യ നമ്മൾ ആർജിച്ചിട്ടുണ്ട്. ആ രീതിയിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ഇനി മനുഷ്യനുണ്ടാകാൻ പോകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏജിങ്, പ്രായമാകുന്ന ആ അവസ്ഥയെ നമുക്ക് മറികടക്കാൻ പറ്റും. പ്രായമാകാത്ത, കാലനില്ലാത്ത കാലത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന സൈബോർഗ് എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ പ്രത്യേകം ട്യൂൺ ചെയ്യപ്പെട്ട, നമ്മൾ യൂണിവേഴ്സൽ സോൾജിയർ എന്നുള്ളൊരു മൂവിയിൽ അത് കാണിക്കുന്നുണ്ട്. ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കില്ലർ ആണ്, ഒരു കില്ലിംഗ് മെഷീനായിട്ടാണ് ഇയാളെ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കൊല്ലുക എന്നുള്ളത് പോലെ, ടെർമിനേറ്റർ മൂവീസൊക്കെ പോലെ തന്നെ കൊല്ലുക എന്നുള്ളൊരു അയാളുടെ ഡാറ്റാബേസിലേക്ക് കൊല്ലുക എന്നുള്ളത് മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ അയാൾക്ക് കൊല്ലാൻ വേണ്ടി മാത്രമേ അറിയുള്ളൂ. ഹാഫ് മാൻ ഹാഫ് മെഷീനോ അല്ലെങ്കിൽ 100% മെഷീനായിട്ടുള്ള ഒരു ജീവിക്കുക, അതൊരു പക്ഷേ മനുഷ്യൻ്റെ ഭൂമിയിലുള്ള അവസാനത്തിന് കാരണമായേക്കാം. മറ്റൊന്ന് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ നിൽക്കുന്നത്, ഇത് മാൻമെയ്ഡ് അല്ല, മീറ്റിയോറിൻ്റെ അറ്റാക്ക്. ഇപ്പോൾ തന്നെ നമ്മളൊരു മീറ്റിയോർ നമ്മളെ ഹെഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഭൂമിയുടെ സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മൂവ എന്ന് പറയുന്നത് 2-3 വർഷം മുമ്പ് തൊട്ട് അടുത്തോടെ കടന്നു പോയിട്ടുണ്ട്. എന്താ നമുക്ക് കൃത്യമായിട്ട് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം. കാരണം സോളാർ സിസ്റ്റത്തിൽ സൂര്യനെ മറികടന്നിട്ട് ഒരു ഫോറിൻ ബോഡി വരാനായിട്ട് ഒരിക്കലും സാധ്യമില്ല എന്നുള്ളതാണ് ഇതുവരെ ഫിസിക്സിലുള്ള നിയമങ്ങൾ പറയുന്നത്. പക്ഷേ മൂവയ്ക്ക് അത് ബാധകമല്ലായിരുന്നു. സൂര്യനെ അടുത്ത് എത്തിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിൽ അതിൻ്റെ വെലോസിറ്റി വർദ്ധിക്കുകയാണ് ചെയ്തത്. കാരണം സൂര്യനെ അല്ലാതെ മറ്റേതെങ്കിലും ഒരു സ്റ്റാറിനെ, കുറേ കൂടെ മാസീവായിട്ടുള്ള സ്റ്റാറിനെ ബേസ് ചെയ്തിട്ടാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ ഫോറിൻ ബോഡീസ് നമ്മളെ ഈ പറയുന്ന പോലെ തന്നെ സോളാർ സിസ്റ്റത്തിലേക്ക് കടന്നു വരാം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇമ്പാക്റ്റിൻ്റെ മാത്രമല്ല, ഒരു ടെമ്പറേച്ചർ റൈസിൻ്റെയോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ലോ ആവുന്നതിൻ്റെ മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്നത്, ഒരു ഭൂകമ്പത്തിന് മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്നത്. അതിലുള്ള ഫോറിൻ ബോഡീസ് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൂക്ഷ്മജീവികളുണ്ടെങ്കിൽ, അത് ഇവിടെയുള്ള ജീവികളിൽ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ച് അത് ഉണ്ടാക്കുന്ന മാരകമായിട്ടുള്ള അവസ്ഥ, രോഗങ്ങളെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നിടത്തോളം അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ഫംഗസിൻ്റെ അറ്റാക്സ് ആണ് മറ്റൊരു പ്രശ്നം പറയുന്നത്. ഇപ്പോൾ ബാക്ടീരിയംസ് അല്ലെങ്കിൽ വൈറസ് ഒന്നും അല്ല ഭാവിയിൽ ഈ സസ്യങ്ങളായാലും ശരി, ജന്തുക്കളായാലും ശരി, മനുഷ്യനായാലും ശരി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഫംഗസുകളുടെ ആക്രമണമാണെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻമെയ്ഡ് ആയിട്ടുള്ളതും
അല്ലെങ്കിൽ നാച്ചുറലായിട്ടുമുള്ള കോസുകൾ, കാരണങ്ങൾ കൊണ്ട് ഈ മനുഷ്യവർഗം എത്ര കാലം ഭൂമിയിൽ ജീവിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലാണ്, അല്ലെങ്കിൽ ഇത് തീ പിടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതിനെ ആളിക്കത്തിക്കുന്ന രീതിയിലുള്ളതാണ് പ്ലാസ്റ്റിക്കുമായിട്ട് നമ്മൾ കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ, പിന്നെ അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന പ്ലാസ്റ്റിക്കുകൾ, അല്ലെങ്കിൽ കൃത്യമായി സംസ്കരിക്കാത്ത പ്ലാസ്റ്റിക്കുകൾ, ഇവയല്ല കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവയ്ക്ക് നമുക്ക് ഒരുപക്ഷെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചേക്കും. കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്, നാനോ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും, സംസ്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം, ഈ ഫോർ എക്സാമ്പിൾ സ്കാൻഡിനേവിയൻ കൺട്രീസ്, വടക്കൻ യൂറോപ്പിലെ രാജ്യങ്ങൾ, അവർ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കാറുണ്ട്. US, കാനഡ ഒക്കെ സംസ്കരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 27% ഓഫ് അവർ പ്ലാസ്റ്റിക് അവർ ചെയ്യുന്നത് ഈ പറയുന്ന നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയൊക്കെ ട്രഞ്ച് കുഴിച്ചിട്ട് അതിൽ കൊണ്ടിടുക ചെയ്യുന്നത്, കുഴി കുഴിച്ചിട്ട് അതിൽ കൊണ്ടിടുക ചെയ്യുന്നത്, അത് മൂട് പോലില്ല പല സ്ഥലങ്ങളിലും, ഈവൻ നോർവേ ഉൾപ്പെടെ. പക്ഷേ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാസ്റ്റ് ഏരിയ ഉണ്ട് അവിടെ. എന്ന് പറഞ്ഞാൽ മനുഷ്യവാസമില്ലാത്ത വലിയ ഒരു പ്രദേശം തന്നെയുണ്ട്. അപ്പോൾ നമുക്കതില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. നമുക്ക് എവിടെ സംസ്കരിക്കണം എന്നുള്ളൊരു പ്രശ്നം. കത്തിക്കാൻ പറ്റുമോ? ഇല്ല. സംസ്കരിക്കാനായിട്ട്, ശാസ്ത്രീയമായിട്ടുള്ള സംസ്കരിക്കാനായിട്ടുള്ള ഒരു ഇന്ത്യയിലേക്ക് കുറിച്ച് പറയുകയാണെങ്കിൽ ബിലോ 7% ആണ്. 7% താഴെ മാത്രമേ നമുക്കൊരു ശാസ്ത്രീയ സംസ്കാരത്തിലുള്ള സാഹചര്യമുള്ളൂ, സാങ്കേതികവിദ്യയും നമ്മുടെ കയ്യിൽ ഉള്ളൂ. ഇപ്പോൾ സാങ്കേതികവിദ്യയുള്ള US പോലെയുള്ള രാജ്യങ്ങളാണെങ്കിൽ അവരെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അത് പലപ്പോഴും ഒരു 3-4 ലോക രാജ്യങ്ങൾ അല്ലെങ്കിൽ ദരിദ്ര രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലാണ്. എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റുകളൊക്കെ വരുന്നത് അങ്ങനെയാണ്. ഇപ്പം ആഫ്രിക്കയിലുള്ള പല രാജ്യങ്ങളിലും US ഉപയോഗിച്ച് അല്ലെങ്കിൽ 15 വർഷത്തിന് ശേഷം അവരുപയോഗിച്ച് കഴിഞ്ഞാൽ കാറുകളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സോ ഒക്കെ ഇവർക്കത് ഒരു കിട്ടാക്കനി പോലെ ഒരു സംഭവമാണ്. അവരത് റീയൂസ് ചെയ്യും, അത് പുനരുപയോഗിക്കും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒരുപാട് സംഭവമുണ്ട്. അതിനകത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ നോർവേയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് തന്നെയാണ്. നോർവേയിലോ അല്ലെങ്കിൽ അതല്ല സ്കാൻഡിനേവിയൻ കൺട്രീസിലോ ഇങ്ങനെ തുറസായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ട്രഞ്ച് കുഴിച്ചിട്ട് അതിൽ സംസ്കരിക്കുന്ന പറയാൻ പറ്റില്ല, അതിൽ കൊണ്ടിടുന്ന ഈ വലിയ പ്ലാസ്റ്റിക്കുകൾ ഈ പറഞ്ഞ ഫോട്ടോ ഡീഗ്രഡേഷൻ വഴി ചെറിയ തരികളാവുകയും അത് പിന്നീട് മൈക്രോ പ്ലാസ്റ്റിക്സും നാനോ പ്ലാസ്റ്റിക്കുമായിട്ട് ഒട്ടാകെ വ്യാപിക്കുകയും എറൗണ്ട് ദ ഗ്ലോബ് ഒട്ടാകെ വ്യാപിക്കുകയും ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ലോകമൊട്ടാകെ നടക്കുന്നൊരു പ്രതിഭാസമാണ്. പലപ്പോഴും നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയാത്ത തോതിലേക്ക് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ സ്റ്റോപ്പ് ചെയ്യണം, എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത് ഇനി വരുന്ന കാലത്തെ ഗവേഷണങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുവരെ നമ്മളിപ്പോഴും നിലവിൽ ഏറ്റവും വലിയ ത്രെട്ടണിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വലിയ പ്ലാസ്റ്റിക്കുകളുടെ ലോകത്തല്ല, കുഞ്ഞു ലോകത്താണ്. താങ്ക് യു.